അയ്യോ വണക്കം. അങ്ങനെ കാത്തുകാത്തിരുന്ന ബംഗ്ലാദേശിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ യൂനസ് ഔട്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പിന്നെ ആ വേട്ടാവളിയെ ഇടക്കാല സർക്കാരായിരുന്നല്ലോ, ഇടക്കാല സർക്കാരിൻ്റെ തലവൻ, ഉപദേഷ്ടാവ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും യൂനസിനെ അവിടെയുള്ള ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. പകരം ജമാഅത്തെ ഇസ്ലാമി വരും എന്നാണ് കല്ലിയുന്നത്. എന്തായിരുന്നാലും ഇതൊക്കെ കണ്ടുകൊണ്ടതാണ്ട് നല്ല സുന്ദരമായിട്ടുള്ള അപ്പൂപ്പൻ പറയുകയാണ്, അതായത് സ്ത്രീകളൊന്നും നേതൃസ്ഥാനത്തേക്ക് എത്താനായിട്ട് പാടില്ല, ഈ സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് എത്താനും പാടില്ല, പോരാത്തതിന് വീട്ടിലിരിക്കാത്ത സ്ത്രീകളൊക്കെ മറ്റേ പണിക്കിറങ്ങുന്ന സ്ത്രീകളാണ് എന്നൊക്കെയാണ് അപ്പൂപ്പൻ ബംഗ്ലാദേശിക്കാരൻ ഇങ്ങനെ പറയുന്നത്. ഇതുപോലൊരു സാധനം ഞാൻ എവിടെയോ അത് പോട്ടെ. എന്തായിരുന്നാലും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി അടിച്ചൊതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശുകാരൊക്കെ. പകരം ആരാണ് ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണാധികാരിയായിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BNP, അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന BNPയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവ്, 84 കേസിലെ പ്രതി, ഷെയ്ഖ് ഹസീനെ ഗ്രനേഡ് എറിഞ്ഞ് വധിക്കാനായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നിന്ന് ശ്രമിച്ച ഒരു തീവ്രവാദിയായിട്ടുള്ള താരിഖ് റഹ്മാനാണ് വരുന്നത് എന്നുള്ളതാണ്. അയ്യോ ഞാൻ പറയുന്നല്ല, ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നതാണ്. എനിക്കിതിലൊരു പങ്കുമില്ല. എന്ത് തന്നെയായിരുന്നാലും ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ബംഗ്ലാദേശിൻ്റെ ഈ ഫലം ഇന്ത്യയെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് പരിശോധിക്കണമല്ലോ. ആകപ്പാടെ 300 സീറ്റുകളാണ് ബംഗ്ലാദേശിലുള്ളത്. 151 സീറ്റ് വേണം ഭരിക്കാനായിട്ട്. 209 സീറ്റിലാണ് ഇപ്പോൾ BNP ഇവിടെ മത്സരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ അവാമി ലീഗായിരുന്നു അവിടുത്തെ ഏറ്റവും ശക്തിയുള്ള പാർട്ടി. അത് ഞങ്ങൾ നിരോധിച്ചിട്ടാണ് ഇവന്മാർ കയറി മത്സരിച്ചത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അവാമി ലീഗ് എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യും. കാരണം ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില എറിഞ്ഞൂടാ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശികളുടെ അവസ്ഥയെന്ന് പറയുന്നത്. മുച്ചൂടും മുടിഞ്ഞ് പണ്ടാരം തുടങ്ങി. ഈ മതം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വയറ്റിലെ വിശപ്പ് മാറില്ല എന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഭരണം മാറിയതോടുകൂടി വ്യാപാരം നശിച്ചു, വ്യവസായം നശിച്ചു, കൾച്ചർ സമ്പൂർണ്ണമായും നശിച്ചു, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി, ടൂറിസ്റ്റുകൾ വരാതായി, വന്ന ടൂറിസ്റ്റുകൾ ജീവനോട് ഓടുന്നൊരു സാഹചര്യമുണ്ടായി. ന്യൂനപക്ഷ പീഡനങ്ങളാണെങ്കിലും അങ്ങേയറ്റമായി. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ബംഗ്ലാദേശിൻ്റെ ഈ ഇമേജ് തന്നെ തകർന്ന് തരിപ്പണമായി. ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ബംഗ്ലാദേശിന് നല്ലൊരു ഇമേജ് ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പോരാത്തതിന് ഇന്ത്യയും പിണങ്ങി. അതോടുകൂടി ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ മേഖലയായിരുന്നു ടെക്സ്റ്റൈൽ മേഖല. ഇന്ത്യ പരുത്തി കൊടുക്കില്ല എന്നുള്ളത് ഒരു സ്ഥിതി വന്നപ്പോൾ ബംഗ്ലാദേശ് ഭീകരമായിട്ട് പ്രതിസന്ധിയിലായി. അദാനിയാണെങ്കിൽ കറണ്ടും കട്ട് ചെയ്ത്, ചുരുക്കം പറഞ്ഞാൽ യവന്മാർ ചാവും എന്നങ്ങ് പറഞ്ഞാൽ മതി, എങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞത്, ഇവർ പരുത്തി തുണി തരുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് പരുത്തി ഞാൻ തരാം. അപ്പോൾ ബംഗ്ലാദേശ് സത്യം പരമാർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ തരാം, പകരം നിങ്ങൾ ആ പരുത്തി കൊണ്ട് തുണി ഉണ്ടാക്കി ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതോടുകൂടി അരിയും പോയി പഞ്ചാരയും പോയി, കിട്ടാനിരുന്ന മണ്ണെണ്ണയാണെങ്കിൽ 3G എന്ന് പറയുന്നത് പോലെയാണ് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇലക്ഷനെ കാണുന്നത്. ഇനി വരുന്നവൻ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഇന്ത്യയിലാണ് കിടക്കുന്നത്. നമ്മളോട് അവൻ എങ്ങനെയായിരിക്കും എന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. അവൻ അതിനകത്ത് അവിടെയുള്ള ജനങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവിടെയുള്ള ജനങ്ങളാണല്ലോ ഇവനെ തിരഞ്ഞെടുത്ത് ഭരണത്തിലേറ്റിയത്. അപ്പോൾ അവർ നോക്കിക്കോളും. എന്ത് തന്നെയായിരുന്നാലും എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. 2024 അട്ടിമറി, രക്തരൂക്ഷിതമായിട്ടുള്ള അട്ടിമറിയായിരുന്നു ഇവിടെ നടന്നിരുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ അവിടെ നടന്നു. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു വന്ന് വലിയ ഒരു കോടതി വിധിക്കെതിരെ വന്ന് പ്രതിഷേധിച്ച് ഷെയ്ഖ് ഹസീനെ അടിച്ച് പുറത്താക്കിയ ശേഷം ബംഗ്ലാദേശിൽ ആദ്യത്തെ ചരിത്രപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ മാറ്റങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഫെബ്രുവരി 12 നടന്ന വോട്ടെടുപ്പിന് ശേഷം ഇന്ന് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ച ട്രെൻഡുകളിലും അനൗപചാരിക ഫലങ്ങളിലും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് BNP എന്ന് പറയുന്ന ഖാലിദ് സിയയുടെ പാർട്ടി വൻ വിജയം നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. BNPയുടെ ഇരട്ട സെഞ്ചുറി പ്രവണതകൾ 13ാമത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP വൻ വിജയത്തോടെ 209 സീറ്റുകളോടെ വിജയിച്ചു വന്നതായിട്ടാണ് ഇപ്പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ അനൗദ്യോഗിക ഫലങ്ങളാണ്, പക്ഷേ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇന്ന് ഉച്ചയോടെ ഇത് ഒഫീഷ്യലായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് ഈ 368 സീറ്റുകൾ നേടാനായി സാധിച്ചു. മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 299 സീറ്റുകളുടെയും ഔദ്യോഗിക ഫലം ഇന്ന് ഉച്ചയോടെ പ്രഖ്യാപിക്കും. 17 വർഷത്തെ
പ്രവാസ ജീവിതം കഴിഞ്ഞ് അങ്ങനെ BNPയുടെ ഖാലിദ് സിയുടെ മകനായിട്ടുള്ള BNPയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായി അവരോധിതനാകാൻ പോകുന്ന താരിഖ് റഹ്മാൻ തിരിച്ചു വരികയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇയാൾ പ്രധാനമന്ത്രിയാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആകും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ 13 വർഷക്കാലത്തെ വനവാസം എന്നാണ് ഈ താരിഖ് റഹ്മാൻ്റെ ഈ UK വാസത്തെക്കുറിച്ച് പറയുന്നത്. കാരണം 84 കേസുണ്ട്, 2004 തീവ്രവാദി എന്ന് വിളിക്കപ്പെട്ടു, 2004 ഷേഖ് ഹസീനയെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, അപ്പോഴെല്ലാം ഇയാളെ പിടിച്ച് അകത്തിട്ടു, കോടതി ശിക്ഷിച്ചു. അങ്ങനെ ശിക്ഷിച്ച് അകത്തിട്ടപ്പോൾ നൈസായിട്ട് പരോളിൽ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഇവിടെ ഒരു വേദന, ഞാൻ ഒന്ന് UK വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് UK കയറിയതാണ്. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല, അവിടെ തന്നെ അങ്ങ് ചാങ്കടകടയായി. അങ്ങനെ ചാങ്കടകടന്നേവ ഇപ്പം ഇലക്ഷൻ റിസൾട്ട് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് തിരിച്ചു വരികയാണ്. എന്നിട്ട് അവകാശവാദം ഉന്നയിക്കുന്നത് ഞാൻ അവിടെ ഇരുന്നിട്ട് മൊത്തം ചരട് വലിയായിരുന്നില്ലേ, ചരട് അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് വലിക്കുന്നു, പോരാത്തതിന് വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നില്ലേ ഞാൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. എന്തായിരുന്നാലും അധികാരത്തിൻ്റെ കൊടുമുടിയിൽ ഇവൻ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഷേഖ് ഹസീനയുടെ അയോഗ്യതയും ആ പാർട്ടിയുടെ നിരോധനവും കാരണം അവാമി ലീഗ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. അതുകൊണ്ടാണ് BNP ജയിച്ച് കയറിയത്. അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ഷേഖ് ഹസീന ഉണ്ടായില്ലെങ്കിൽ യവന്മാരൊന്നും അവിടെ അമ്പിനും വില്ലിനും അടുക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും മുഹമ്മദ് യൂനിസിൻ്റെ കാലം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. മുഹമ്മദ് യൂനിസ് എത്രയും വേഗം ഒന്ന് ഇറങ്ങി തന്നാൽ അത്രയും സന്തോഷം എന്നാണ് പറയുന്നത്. ഇനി റിപ്പോർട്ടുകൾ പ്രകാരം ഈ താരിഖ് റഹ്മാൻ ഏകദേശം 84 കേസുകളുണ്ട്. അതിൽ ഡസൻ കണക്കിന് ക്രിമിനൽ കേസുണ്ട്, അഴിമതി കേസുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുമില്ല, ഇങ്ങനെ കാണ്ടമായിട്ട് കിടക്കണം. അമ്മാതിരി കേസുകളാണ് താരിഖ് റഹ്മാൻ്റെ പേരിലുള്ളത് എന്നുള്ളതാണ്. 2024 ഓഗസ്റ്റിൽ ഷേഖ് ഹസീനയുടെ സർക്കാർ വീണതിന് ശേഷം നിയമപരമായിട്ടുള്ള അന്തരീക്ഷം ഇയാൾക്ക് ഗുണകരമായിട്ട് മാറുകയായിരുന്നു. കാരണം തിരിച്ചു വരാമല്ലോ, ജമാഅത്തെ ഇസ്ലാമി വന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോടതിയുടെ കഴുത്തിൽ കത്തിവെച്ച് കേസെല്ലാം തന്നെ റദ്ദാക്കി. 2026 തുടക്കത്തിൽ മിക്ക പ്രധാനപ്പെട്ട കേസുകളിലും ഇയാൾ എന്ത് ചെയ്തു, കുറ്റവിമുക്തനാക്കപ്പെട്ടു. 2004 ഷേഖ് ഹസീനയുടെ റാലിക്ക് നേരെ ഉണ്ടായിരുന്ന ഗ്രനേഡ് ആക്രമണവും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതിന് 2018 അദ്ദേഹത്തിന് ജീവപര്യന്തം തടവും ലഭിച്ചു. അന്ന് ഷേഖ് ഹസീനയുടെ കാലത്ത് കോടതി ജീവപര്യന്തം തടവ് കൊടുത്തതാണ്. ഇന്ന് ഭരണം മാറിയപ്പോൾ അതേ കോടതിയിലെ കഴുത്തിൽ കത്തിവെച്ച് എന്ത് ചെയ്തു, ആ ജീവപര്യന്തം തടവ് റദ്ദാക്കി. അങ്ങനെ ഒരു ഗ്രനേഡ് ആക്രമണമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലോട്ട് കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് സുന്ദരമായിട്ടുള്ള ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇനി വിജയം അന്തസ്സോടെ ആഘോഷിക്കണം, ആരും അന്തസ്സ് വിട്ടൊരു കളി കളിക്കരുത് എന്നാണിപ്പോൾ താരിഖ് റഹ്മാൻ്റെ എന്ത് വന്നിരിക്കുന്നത്, ചരിത്രപരമായിട്ടുള്ള വിജയത്തിൻ്റെ ഒരു ആഹ്വാനം വന്നിരിക്കുന്നത്. പക്വത കാണിക്കൂ, നിങ്ങളെല്ലാവരും പക്വത കാണിക്കൂ. ഈ വിദേശ ബ്ലോഗിലൊക്കെ കാണുന്നില്ലേ ബംഗ്ലാദേശികളുടെ ഈ കച്ചറ സ്വഭാവം, ഇങ്ങനെ കച്ചറ സ്വഭാവം എടുക്കരുത്. ഞാനൊക്കെ UK നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അവിടെയുള്ള കൾച്ചറൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വളർന്നിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് പക്വതയോടുകൂടി വിജയം ആഘോഷിക്കൂ എന്നാണ് താരിഖ് റഹ്മാൻ ഇപ്പോൾ അനുയായികളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ വിവാദങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല, അങ്ങനെയാണെങ്കിൽ അതൊക്കെ എൻ്റെ തലയിൽ വരും എന്നും താരിഖ് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കർശന നിർദ്ദേശമാണ് കേട്ടോ നൽകിയിരിക്കുന്നത്. പിന്നെ ഈ വോട്ടെടുപ്പ് തോറ്റപ്പോൾ അവിടെയുള്ള രാഹുൽ ഗണ്ഡിമാർ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ ഇറങ്ങിയിട്ട് ഇതിലും ക്രമക്കേടുണ്ട്, അമ്മച്ചാണുണ്ട്, ഇതിൽ വോട്ട് ചോരിയുണ്ട്, പിന്നെ EVM അട്ടിമറിയുണ്ട്, 13 മണ്ഡലങ്ങളിൽ പിന്നെ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റതും മറിച്ചതൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായിരുന്നാലും ഇവിടെയുള്ള സുഡാപ്പികൾക്ക് ആഘോഷിക്കാനുള്ള വകയുണ്ട്. പോയതും വർഗീയ പാർട്ടി, വരുന്നതും വർഗീയ പാർട്ടി, അതിൻ്റെ മണ്ടയിരിക്കുന്നതായിട്ട് 84 കേസുള്ള ഇവന്മാരുടെ അഭിമാനം കാക്കുന്ന ഒരു പക്കാ തീവ്രവാദി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ആ മുടയം കൊണ്ട് ഇന്ത്യയുടെ അടുത്ത് വന്നാൽ ഇവൻ്റെ അണ്ടവും പിണ്ടവും കയറി വിടും എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ബാലറ്റ് പേപ്പറിൻ്റെ തെറ്റായ രൂപകൽപ്പന കാരണം തൻ്റെ ആയിരക്കണക്കിന് വോട്ടുകൾ അസാധുവായി പോയി എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പല നേതാക്കളും അവകാശപ്പെടുന്നത്. പക്ഷേ പല നേതാക്കന്മാരുടെയും വീട്ടുകാർ പറയുന്നത് ഇവൻ ആകപ്പാടെ കിട്ടിയത് 7 വോട്ട്, ഇവൻ്റെ വീട്ടിൽ 14 പേരുണ്ട്, ബാക്കി 7 വോട്ട് എവിടെ പോയി എന്നൊക്കെയാണ് അവരിങ്ങനെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനയൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ഓരോ പാർട്ടികളും ഇന്ത്യയിലേക്ക്, ഈ BNP എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പിൽ കയറിയ ശേഷം ഇവൻ പറയുന്ന ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് ഫസ്റ്റ്, അതാണ് ഞങ്ങളുടെ മോട്ടോ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു രാജ്യവുമായിട്ടും ശത്രുതയില്ല, മറിച്ച് ഞങ്ങൾ ഫസ്റ്റ് ആകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അവൻ പറയുന്നത്. പിന്നെ ഇവൻ്റെ പ്രകടന പത്രികയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇന്ത്യക്കെതിരെ കുത്തുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം, കുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. എന്തായാലും തീസ്ത നദീജല കരാറുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് ഇവൻ്റെ കരാറിലെ, അതായത്
ആ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് അത് ഞങ്ങൾ പരിഹരിച്ചെടുക്കും, കണ്ടിട്ടേ പോകൂ എന്നുണ്ടെങ്കിൽ നീ കൊണ്ടിട്ടേ പോകൂ എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു ജനാധിപത്യവാദി ആയതുകൊണ്ട് തന്നെ ഇവനെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. ആ നല്ല കാര്യം തന്നെ മോനെ, നീ വാ, വന്ന് നീ ഭരിക്ക്, നീ വന്ന് ഞാനൊന്ന് കാണട്ടെ നിൻ്റെ ഭരണം എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒന്ന് കാണട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ആശംസ നേർന്നിട്ടുണ്ട്. നന്നായി, നീ വന്നല്ലോ മോനെ, എനിക്ക് ആശ്വാസമായി എന്ന് പറഞ്ഞാണ് ഡൊണാൾഡ് ട്രംപ്. കാരണം ഈ അമേരിക്കയൊന്നും അങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളുണ്ടല്ലോ, ഈ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇതിലൊന്നും ആശംസ നേരാത്ത രാജ്യങ്ങളാണ്. യവന്മാർ ബംഗ്ലാദേശിന് ആശംസ നേർന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിച്ചോ, വന്നിരിക്കുന്നത് ഒരു ഇന്ത്യ വിരുദ്ധ സർക്കാരാകാനാണ്, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാനാണ് അമേരിക്കയുടെ നീക്കം. കാരണം ഇതെല്ലാം വലിക്കുന്നത് ഇന്ത്യ ഒഴികെ, ഇന്ത്യക്ക് ചുറ്റും കിടക്കുന്ന പാകിസ്ഥാൻ ആയിരുന്നാലും ബംഗ്ലാദേശ് ആയിരുന്നാലും നേപ്പാൾ ആയിരുന്നാലും ശ്രീലങ്ക ആയിരുന്നാലും എല്ലാ രാജ്യങ്ങളുടെയും തിരഞ്ഞെടുപ്പിൻ്റെ ചരട് വലിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളും കഴിക്കുന്നത് അരിയാഹാരമാണല്ലോ. എന്തായിരുന്നാലും ഡൽഹി ധാക്ക ബന്ധങ്ങളെ ഈ ഫലങ്ങൾ എങ്ങനെ സ്വാധീനിക്കും എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ ദേശീയ പാർലമെൻറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തിൻ്റെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ താരിഖ് റഹ്മാൻ വിജയിച്ചപ്പോൾ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായും ആലോചിക്കണം. വിവിധ പാർട്ടികളുടെ നിലപാട് എന്താണ്? ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവിധ പാർട്ടികൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP, ഈ തിരഞ്ഞെടുപ്പിൽ BNP ആണ് പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ടി ചെയർപേഴ്സണും മുൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഖാലിദ് സിയുടെ മരണശേഷം അവരുടെ മകൻ താരിഖ് റഹ്മാൻ പാർട്ടി പ്രസിഡന്റായി ചുമതലയേൽക്കുന്നു. നിലവിൽ BNP ആണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു പാർട്ടി എന്ന് പറയുന്നത് 11 പാർട്ടികളുടെ സഖ്യമാണ്. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി, നാഷണൽ സിറ്റിസൺസ് പാർട്ടി, ബംഗ്ലാദേശ് ഖേഫർ മജ്ലിസ്, അമർ ബംഗ്ലാദേശ് പാർട്ടി, ഖിലാഫത്ത് മജ്ലിസ്, ബംഗ്ലാദേശ് ലേബർ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, ജാസിൻ ജൻതന്ത്ര പാർട്ടി എന്നിങ്ങനെയുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് ഒരു 11 പാർട്ടികളുടെ സഖ്യമാണ് അവിടെ വേറെ മത്സരിക്കുന്നത്. ഇനി മൂന്നാമതൊരു വംശീയ പാർട്ടിയാണ്, സ്പ്ലിറ്റർ ഗ്രൂപ്പ് എന്നാണ് അതിനെ പറയുന്നത്. മുൻ സൈനിക ഭരണാധികാരി ഹുസൈൻ മുഹമ്മദ് എർഷാദ് സ്ഥാപിച്ച വംശീയ പാർട്ടിയും മറ്റ് ചെറിയ പാർട്ടികളും ഒരു സംഘവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഗ്രൂപ്പിന് എത്ര കാലം ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റർ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. നല്ല ബെസ്റ്റ് പേര്. കാരണം യഹുമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് വളരാനായിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇട്ട് കൊടുത്ത പേരാണ് സ്പ്ലിറ്റർ ഗ്രൂപ്പ് എന്ന്. എന്തായാലും അവാമി ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കൊണ്ട് ഇന്ത്യയുമായി ശക്തമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണമെന്ന് അവാമി ലീഗ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ BNP വിജയിച്ചാൽ എന്ത് സംഭവിക്കും? BNP വിജയിച്ചു, ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, BNPയുടെ വിജയമാണെങ്കിൽ BNP പൊതുവെ ചൈനയെ അനുകൂലിക്കുന്ന ഒരു പാർട്ടിയാണ്. അതായത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചൈനയെ അനുകൂലിക്കുന്ന പാർട്ടിയാണ്. എന്നാൽ അതിൻ്റെ നേതാവായിട്ടുള്ള താരിഖ് റഹ്മാൻ പ്രായോഗിക ബുദ്ധിയുള്ള ഒരാളാണ്. ഇവന് കുറച്ച് വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധം കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ഇവൻ അവിടെയും ഇവിടെയൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഉടൻ അടുക്കുമെന്ന് കരുതുന്നത് നമുക്ക് അങ്ങനെ നിരീക്ഷിക്കാനായിട്ട് യാതൊരുവിധ വഴിയില്ല. ഇതിനകത്ത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തികൾ നടക്കുന്ന കുറേ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവൻ പറയുന്നുണ്ട്. ഞങ്ങൾക്കതിൽ തീരുമാനം വേണം, പോലെ തന്നെ തീസ്ത നദീജല കരാറുമായിട്ട് നമുക്ക് കുറച്ച് തീരുമാനം വേണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അടുക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. അതിൽ ആദ്യത്തെ കുറേ മൂവ്മെൻറ്റൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാനായിട്ട് സാധിക്കും എന്താണ് ഇവൻ്റെ കയ്യിലിരിപ്പ്, എന്താണ് ഇവൻ്റെ ഉള്ളിലിരിപ്പ് എന്ന്. എന്ത് തന്നെ ആയിരുന്നാലും, അതായത് ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് മുള്ളിന് തന്നെയാണ്. അതായത് ബംഗ്ലാദേശിനായിരിക്കും കേട്. നിങ്ങളിപ്പോൾ വിചാരിക്കുക അങ്ങനെയല്ലല്ലോ പഴഞ്ചൊല്ലി, കേട് ഇലയ്ക്കെന്നല്ലേ? അല്ല, ഇല പൊത്തു പോയാലും നമുക്ക് കുത്തിത്തച്ച് വയ്ക്കാം, പക്ഷേ മുള്ളിൻ്റെ മൊന ഒടിഞ്ഞു പോയാൽ ഉണ്ടല്ലോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരി.